കാട്ടാനശല്യത്തിൽ വലഞ്ഞ് ഇടുക്കി അടിമാലി പിച്ചാട് പ്ലാമല മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ പറയുന്നു. തോട്ടം തൊഴിലാളികളെ കുട്ടിക്കൊമ്പൻ വിരട്ടി ഓടിച്ചു. കോതമംഗലം കുട്ടമ്പുഴയിലും കാട്ടാന ജീപ്പിനും നേരെ പാഞ്ഞെടുത്തു. ലാൽകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഈ മലയോര മേഖലയിൽ എല്ലായിടത്തും കാട്ടാനശല്യം വളരെ രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. അടിമാലിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു മാസമായിട്ട് ഈ കുട്ടിക്കൊമ്പൻ ആ മേഖലയിൽ നടക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ തോട്ടം മേഖലയിലാണ്, പ്രധാനമായിട്ട് ഏലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മറവിൽ നിന്ന് ആന ചാടി വരികയും ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. ആനയെ കണ്ട് ആന പെട്ടെന്ന് മുന്നിലേക്ക് ചാടി വന്നപ്പോൾ അവർ പിന്നിലേക്ക് മറിഞ്ഞു വീണ് ഒരു കുഴിയിൽ വീണതുകൊണ്ട് അവരുടെ ജീവൻ അപായപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അവർക്ക് സാരമായ പരിക്കേറ്റു. ജനവാസ മേഖലകളിലെല്ലാം ഈ ആന എത്തുന്നത് ഒരു പതിവാണ്. ഈ കുട്ടിക്കൊമ്പൻ മാത്രമല്ല, ആ മേഖലയിൽ വേറെയും ആനകളുണ്ട്. ഈ ആന തോട്ടം മേഖലയിലും ജനവാസ മേഖലയിൽ നിന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ മഴക്കാലത്ത് കാട്ടാനകൾ തിരിച്ച് കാട് കയറാറുണ്ട് എങ്കിൽ പോലും ഇത്തവണ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കോതമംഗലം കുട്ടമ്പുഴയിലാണ്. കുട്ടമ്പുഴയിൽ പഞ്ചായത്ത് അംഗം അടക്കമുള്ളവർ യാത്ര ചെയ്യുന്നതിനിടയിലാണ് പെട്ടെന്ന് കാട്ടാനക്കൂട്ടത്തെ കണ്ടത്. ആനക്കൂട്ടത്തെ കണ്ട വഴി വാഹനം ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയെങ്കിലും ആനക്കൂട്ടം അത് ഗവനിക്കാൻ തയ്യാറായില്ല. വാഹനത്തെ തുരത്താനുള്ള തയ്യാറെടുപ്പിൽ അവർ കൂട്ടത്തോട് ഓടി വരികയായിരുന്നു. പെട്ടെന്ന് വാഹനം എടുത്തു മാറ്റി രക്ഷപ്പെടുകയാണ് അവർ ചെയ്തത്. പക്ഷേ കാട്ടാന ഏറെ ദൂരം പിന്നിൽ വന്നതിന് ശേഷമാണ് പോയത്. സാധാരണ ഈ മേഖലയിൽ കാട്ടാന ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും അവർ അങ്ങനെ വലിയ ഉപദ്രവങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ വൈകിട്ട് ഈ സംഭവം ഉണ്ടാകുന്നത്.